തമ്പുരാൻ വന്നേ പിന്നെ വെള്ളം ഇറക്കിയിട്ടില്ലല്ലോ. പൊടിയരി ഇട്ട് അടിയും ഇച്ചിരി കഞ്ഞി വെച്ചിട്ടുണ്ട്, കുടിക്കൂ. വേഗം കൊണ്ടുവരൂ. എന്നെക്കാൾ ക്ഷീണവും വിശപ്പും മോൾക്കുണ്ടാവും. ബാപ്പ ആർക്കാണ് കഞ്ഞി വെച്ച് പാരുന്നത്? ഇപ്പോ ആരെയാണ് നിങ്ങളിവിടെ ഒളിപ്പിച്ചു വെച്ചേക്കണത്? നേരത്തേക്ക് സംശയം ഉണ്ടായിരുന്നു. തമ്പുരാനില്ലാത്ത നിങ്ങൾ എന്റെ ബാപ്പയാണ്. ആ കോലോക്കാര് വെട്ടിക്കൊന്ന 3 മയ്യത്തിങ്ങളെയും അത് ചോദിക്കാൻ വന്നോലേം ബാപ്പയല്ല. കണ്ണീച്ചോറയില്ലാത്ത തമ്പുരാൻ നിങ്ങൾ ഇവിടെ കയറ്റി താമസിപ്പിച്ചാലേ ഇന്റെ കൺമുന്നിലിട്ട് മറ്റുള്ളവരെ വെട്ടി നോക്കണക്ക് കാണേണ്ടി വരും. അത് വേണ്ട. എവിടെ തമ്പുരാൻ? ഇല്ല, ഞാൻ സമ്മതിക്കൂല. ബാപ്പ മാറുന്ന തടയരുത്. ഇല്ല, ഈ വാഴൂരി നിന്നെ പഠിപ്പിക്കാനാണോ? വീര, അരുത്. നമുക്ക് വേണ്ടി ബാപ്പയും മോനും വെട്ടിമരിക്കരുത്. തമ്പുരാൻ, ഇന്ന് വരെ അവിടെ നിന്ന് പറഞ്ഞ് തെറ്റി നടന്നോന്നല്ല അടിയൻ. എന്നാൽ ഇക്കാര്യത്തെ പൊറുക്കണം. എന്റെ മോന് ചെറുപ്പാണ്, കയ്യും മെയ്യും മയങ്ങണ പ്രായം. വയസ്സായെങ്കിലും മുമ്പ് പഠിച്ച വെട്ടും തടയും മുഴുവനും മറന്നിട്ടില്ല. വന്നോ ബാപ്പ? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വാദിക്കുന്നത്? ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വാളെടുക്കുന്നത്? രാജ്യം വിട്ടുപിടിക്കാനല്ല, പ്രാണനിരുന്ന് ഈ പെരയിൽ വന്ന് 2 ജീവൻ രക്ഷിക്കാൻ ഒരു മുസൽമാന്റെ കടമ. ഖിലാഫത്തിന് വാളെടുത്ത് നീ ബദർ യുദ്ധത്തിൽ ശത്രുവായ അബൂ സുഫിയാനിന് പോലും മാപ്പ് കൊടുത്ത മുത്തുനബി റസൂലായി വിശ്വസിക്കുന്ന മുസൽമാനാണെങ്കിൽ കുറ്റം ചെയ്യാത്തവരെ വിട്ടു പോടാ, അല്ലെങ്കിൽ വെട്ടിക്കൊല്ല്. ആദ്യം നിന്റെ ബാപ്പേ. ബാപ്പ, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആണിയിട്ട് പറയാം, തമ്പുരാൻ കുറ്റക്കാരനല്ല. ഈ വിശ്വസിക്കണം. എന്റെ കൂടെ ഉള്ളവരെ വിശ്വസിക്കൂല ബാപ്പ. ഈ പറഞ്ഞ് മനസ്സിലാക്കണം. ബാപ്പയ്ക്ക് വേണ്ടി ജീവൻ പോയാലും ഇവരെ ഒറ്റിക്കൊടുക്കരുത്, ഉയരെടുക്കരുത്. സത്യം ചെയ്ത് പറ. ഇനി ഇത്തിരി കൂടെ ഉള്ളൂ. ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ എത്തിയില്ലെങ്കിൽ എനിക്ക് വയ്യേ നടക്കാൻ, ഞാൻ ചാവും. അവൾ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് പോകാം. അയ്യോ, എന്തായി പറയണേ? ഈ ദൂരം അത്രയും നടന്ന് ഇനി രാധയുടെ അടുത്ത് ചെല്ലുമ്പോ രക്ഷ കിട്ടുവാ പുണ്യേ. ഖിലാഫത്തുകാരുടെ കൂട്ടത്തിലാ രാധ. എന്നോട് അല്പം മുഷിച്ചിട്ടുണ്ടെങ്കിലും വേറെ ഗതിയില്ല ഏട്ടത്തി. അതെ, എന്നോട് പൊറുക്കണം. വെള്ളം വെള്ളം. ലക്ഷ്മി വരൂ. കുടിക്കരുത്. ലക്ഷ്മി പെലച്ചിയാണ്, അയിത്താവില്ലേ? ശവത്തി കുത്തരുതടാ മോനെ. പട്ടാളത്തെ ഉടനെ അയച്ചില്ലെങ്കിൽ നാട് കുട്ടിച്ചോറാവും. തിരൂരങ്ങാടിക്ക് അയച്ചത് തന്നെ ഗവർണർ ചോദ്യം ചെയ്തിരിക്കുക. അതിനാ ഹോണറബിൾ നാപ്പ് വന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ഇനി കളക്ടർ തോമസ് നീങ്ങാൻ നോക്കൂ. Mr. Thomas, don't you know that Ali Musliar is a holy priest of the Muslim community of Malabar? Then why have you sent a military force to arrest him? Sir, it's because What you've done is a great mistake, Mr. Thomas, and you are responsible for the consequences. But, sir, now there is not even a single police constable to maintain law and order. In that place, people are wild. Looting, killing, raping, and even forcible conversions are reported, sir. Is it? Then it will create a communal riot between Hindus and Muslims, which we want. And it's our government policy. Divide and rule. എന്താണ് സാർ തീരുമാനം? പട്ടാളത്തെ ഉടനെ അയക്കില്ല, വിഭജിച്ച് മരിക്കണമെന്ന്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തല്ലി മരിക്കട്ടെ എന്നാണ് സർക്കാരിന്റെ തീരുമാനം. അപ്പോ ഞാനെങ്ങനെയാ സാർ തിരിച്ചു പോവുക? പോണ്ടടോ, ഇവിടെ കൂടിക്കോ, എല്ലാം ചത്തൊടുങ്ങിയിട്ട് പോവാ.
സാറാ ഞാൻ പറയുന്നത് അനുസരിക്കൂ പ്ലീസ്. നാട്ടുകാരെ പക മുഴുവൻ നിങ്ങളോടാ. മിസ്റ്റർ ഈറ്റൻ ഒരു പുരുഷനല്ലേ, എങ്ങനെയും രക്ഷപ്പെട്ടോളൂ. ഇനി ആലോചിച്ചെന്നാ കുഴപ്പാവും. എന്നാ ഇത് കൊടുത്ത് വേഗം. ഓരെപ്പോഴാ പാഞ്ഞു വരികയെന്നറിയില്ല. ആരായിരിക്കണം മറ്റേത്? അതിന്റെ മോൾ ആസിയ. നമ്മൾ വിശ്വസിക്കൂല, മോറ് കാണണം. നിക്കാ ഉറപ്പിച്ച എന്റെ മോള് മക്കനിട്ടത് ഓളെ കെട്ടാൻ പോണ തിരുരങ്ങാടിക്കാരൻ ലെവക്കുട്ടി പറഞ്ഞിട്ടാ. അത് മാറ്റണമെങ്കിൽ ഓൻ സമ്മതിക്കണണ്ടാ ലെവക്കുട്ടി, അല്ലാതെ കാണണം എന്റെ മോളെ മോന്താ. ഹായ് ഹായ്. എന്താണ്ടായത് ഇവിടെ? ഇല്ലത്തുനിന്ന് ബലമായി പിടിച്ചോണ്ട് വന്നതാ മതം മാറ്റാൻ. ആണോ? കാതർക്ക കൊല്ലരുത്, ചെമ്പറശ്ശേരി തങ്ങൾ പറഞ്ഞിട്ടാ. ചെമ്പറശ്ശേരി തങ്ങളല്ല ആര് പറഞ്ഞാലും മേലിമാര് പണി കാണിച്ചാ കൊന്നുകളയല്ലാതെ ഞാൻ അയച്ചു വിടറ എല്ലാരെയും കൈ. നമ്മുടെ ബാങ്ക് കൊള്ള ചെയ്തു, പണവും പണ്ടവും ഒക്കെ കൊണ്ടുപോയി. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ. തിരുമേന് കൊണ്ടുപോലെ തിരിച്ചറിയോ? ഈ കൂട്ടത്തിലുണ്ടോ ആരെങ്കിലും പറയും? ഇല്ല. എന്നാൽ നമ്മളൊരു ബൈക്ക് പുറപ്പെട്ടു പോവാണ്, വന്നിട്ട് ബാക്കി വരണ്ട. Radha, please send somebody to Mr. Eaton. You don't worry, സാറാ. മരക്കാരും ആസയും എസ്റ്റേറ്റിലില്ലേ? സാറാ ഇവിടെ ഉണ്ടെന്ന കാര്യം മിസ്റ്റർ ഈറ്റനോട് അവര് പറയും. I'm worried. Go and take rest. You will be all right. Okay? Okay. കണ്ടംകുട്ടി. അല്ല, എന്റെ പേരിപ്പോ മോമെന്നാ. അപ്പൊ നീ മുടി കളഞ്ഞപ്പോ എന്നെ തലനീർത്ത് നടക്കാം. കോലോത്തെ തൊഴുത്തിലെ കന്നാലെ ജയിലിക്കല്ല, മനസ്സനായിട്ട്. വന്നത് എന്റെ പെണ്ണെ വിളിക്കാനാ. ലക്ഷ്മി വാ, ഇറങ്ങി വരാൻ. ഇല്ല, ഏൻ വരണില്ല. പേടിക്കണ്ട, എന്റെ കാതുകുത്തി ചിറ്റിരിക്കും, തലയിൽ തട്ടയിടിക്കും. പിന്നൊരു തമ്പ്രാക്കളും പാരാക്കി ഇറന്ന് അന്നെ പൊക്കിയെടുത്തോണ്ട് പോവില്ല, മാനം കെടുത്തൂല. വാ. ഇല്ല, ആകെ കെട്ടോളാണ് ഏൻ. നിങ്ങളെന്നെ എവിടെ കൊണ്ടായാലും എന്തി ചേർത്താലും എന്റെ കേട് തീരൂല. ലക്ഷ്മി. കണ്ടംകുട്ടി, അവളെ പിടിച്ചോണ്ട് പോകാനാണോ നീ ഒരുങ്ങുന്നത്? ഇല്ല, ആരെയും പിടിക്കാൻ വേണ്ടില്ല. ഈ കൈ കൊണ്ട് വിളമ്പിത്തുന്ന ചോറും കഞ്ഞിയും ഏറെ കഴിച്ചുള്ള നേൻ, അതുകൊണ്ട്. പക്ഷേ പിടിക്കാൻ വേറെ ആരും വരണുണ്ട്. നിങ്ങളോട് ഒളിപ്പിച്ചുള്ള ആരൊക്കെയാണെന്ന് ഏനറിയാം. മദാമി അടക്കം ഒരു സാഹിബിനെ തേടി തോട്ടത്തിലേക്ക് പോയിരിക്കാം. മടങ്ങി വരണ മുമ്പ് മാറ്റിക്കോളി. അതൂടെ പറയാനേ വന്നേ. അതെ, ഇനിയിപ്പോ ഞങ്ങൾ എവിടേക്കാ പോകണ്ടേ? എവിടെ പോയാലും ഇതിനേക്കാൾ അപകടമാണ് ഇളയച്ച. കുടിച്ച് കെട്ടായവനെ എവിടെടാ സായിപ്പ്? വരും കേരള എസ്റ്റേറ്റ്.
ഈ കേരള എസ്റ്റേറ്റിക്ക് പോയെന്ന് പറഞ്ഞ സായിപ്പ് നമ്മളെ കൂട്ടത്തിൽ രണ്ടെണ്ണത്തിനെ മയ്യത്താക്കി. പകരം ഒന്നിനെ നമുക്ക് കിട്ടിയുള്ളൂ. രണ്ടാമനെ ഈയാവുണ്ടെങ്കിൽ പറയേ, എവിടെ സായിപ്പിന്റെ കെട്ടിയോള്? ഉണക്കറിയൂലേ ഓന്റെ മതാമ്മ? നിങ്ങളോട് ഞമ്മക്ക് ബഹുമാനുണ്ട്. പക്ഷേ ഇവിടെ ഒളിച്ചിരിക്കുന്ന മതാമ്മനെ കിട്ടാണ്ട് നമ്മൾ പോവില്ല. നിങ്ങൾ മാറി. ഖാദർ, ഒരു കാല് നഷ്ടപ്പെട്ടവനെങ്കിലും ക്യാപ്റ്റൻ വർമ്മ നായി ഖാദറിൽ നിന്നും മര്യാദ പ്രതീക്ഷിക്കുന്നു. നടക്കി നടക്കാൻ. തിരിഞ്ഞു വന്നവനെങ്കിലും ഒരു പട്ടാളക്കാരൻ മേലുദ്യോഗസ്ഥനെ ധിക്കരിക്കില്ല. പക്ഷെ അല്ലാത്തവരും കാണും കൂട്ടത്തിൽ. രാധേ, മിസസ് സാറായിട്ടിനെ ഇനി ഇവിടെ താമസിപ്പിക്കുന്നത് ശരിയല്ല, അപകടമാണ്.